ഹായ് അസ്സലാമു അലൈക്കും. എന്താക്കുന്നത് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ അവളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ഇസ്തിരി ഇടുന്ന വീഡിയോ. എല്ലാവർക്കും നല്ല പോലെ ഇസ്തിരി ഇടാൻ അറിയുന്നില്ലല്ലോ, ഏടുന്ന് തുടങ്ങണോ ഏടെ അവസാനിക്കണോ എന്തോ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇസ്തിരി ഇടുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് എങ്ങനെയെന്ന് നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ എല്ലാവർക്കും ഇസ്തിരി ഇടാൻ അറിയുന്നുണ്ടാവും, പകുതി ആൾക്ക് അറിയുന്നില്ലല്ലോ, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇസ്തിരി ഇടുന്ന ഒരു സ്റ്റാൻഡില്ല, ഇങ്ങനത്തെ സ്റ്റാണ്ട് എൻ്റെ പുരയിൽ തന്നെ ഉള്ളത് ഇന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ടേബിൾ എന്താവും അങ്ങനത്തേൽ നല്ലൊരു വൃത്തിയുള്ളൊരു തുണി വിരിക്കണം. നല്ല വൃത്തിയുള്ളത്, അങ്ങനത്തെ തുണിയായെങ്കിൽ പ്രശ്നമില്ല, നല്ല വൃത്തിയുള്ളത് മാത്രം വേണം. അപ്പോൾ വൃത്തിയുള്ളൊരു തുണി വിരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇസ്തിരി പെട്ടി വെച്ചിട്ട് നല്ല പോലെ ഫസ്റ്റ് ചൂടാക്കി കൊടുക്കണം. ഇസ്തിരി പെട്ടി ചൂടാക്കിയിട്ട് കുറച്ച് കുറക്കണം. ഇപ്പോൾ ഞാൻ ഈ കോട്ടൻ്റെ ഷർട്ടിനാണ് ഇടുന്നുള്ളത്. അപ്പോൾ ഈ കോട്ടൻ്റെ ഷർട്ടിന് നല്ല ചൂട് വേണം. ഞാൻ ഫുള്ളാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഈ കോളറിന് തുടങ്ങണം. ഫസ്റ്റ് തുടങ്ങേണ്ടിയ കോളറിന് ഫസ്റ്റ് തുടങ്ങേണ്ടത്. അപ്പോൾ ഒരു സൈഡ് ഇട്ടിട്ട് കോളറിൻ്റെ ഒരു സൈഡ് ഇട്ടിട്ടായിട്ട് മറിച്ചിട്ടിട്ടിട്ട് ആദ്യം അപ്പുറത്തെ സൈഡും ഇങ്ങനെ തേച്ചിട്ട് എടുക്കുക. എന്നിട്ട് കോളറിൻ്റെ ഇപ്പുറത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, കുറച്ച് ഇത്ര ബേര പോണിട്ട് ഒരു ഭാഗം കോളറിൻ്റെ അപ്പുറത്തെ ആ ഭാഗം ഇങ്ങനെ മടുക്കണം. മടക്കിയിട്ട് ഇതാ ഇങ്ങനെ വെക്കണം. അതാ ഈ സൈഡ് ഈ ഭാഗത്തിലേക്ക് പിന്നെ നല്ല ചൂടുണ്ടെങ്കിൽ കുറച്ച് കുറക്കണോ. അതതിൻ്റെ ഇസ്തിരിപ്പെട്ടിൻ്റെ ഇതുപോലെ. അപ്പോൾ എന്നിട്ട് ഈ കോളറിൻ്റെ ഈ താഴെയുള്ള ഭാഗം ഇസ്തിരി ഇട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ഫസ്റ്റ് കോളറ്, എന്നിട്ട് ആ ഭാഗം, പിന്നെ നമുക്ക് കൈ ഫുൾ കൈ എങ്കിൽ ഫുൾ കൈൻ്റെ കുപ്പായെങ്കിൽ ഫുൾ കൈ ഫുൾ ഇടണം. ഇപ്പോൾ ഇത് ഞാൻ ഹാഫ് കൈൻ്റെ കുപ്പായ എടുത്തതിനെ കൊണ്ട് ഹാഫ് കൈൻ്റെത് കൈക്ക് ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഈ ചൂടിനെ നിങ്ങൾ ജാഗ്രതയാക്കേണ്ടേ വരൂ. ചൂട് നല്ല ചൂടുണ്ടെങ്കിൽ കുറക്കണം. ഇത് കോട്ടൻ്റെ അതിനെ കൊണ്ട് ഞാൻ ഫുള്ളാക്കിയിട്ട് ഇടുന്നുള്ളത്. മറ്റേ സിൽക്കിൻ്റെ എങ്കും കുറച്ചത്തിലാക്കിയെങ്കിൽ മതി. ചൂട് അല്ലെങ്കിൽ ഓഫാക്കിയിട്ട് ഇടണോ, അല്ലെങ്കിൽ പിന്നെ കുറവിലാക്കിയിട്ട് ചൂട് കുറഞ്ഞിട്ടായിട്ട് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഒരു പൊടിക്കുമൽക്ക്. ഇത് ഇപ്പോൾ ഞാൻ കോട്ടൻ്റെ അതിനെ കൊണ്ട് ഫുള്ളാക്കിയിട്ട് ഇടുന്നുള്ളത്. കോട്ടന് കുറച്ചത്തിലാക്കിയെങ്കിൽ ഇത് ഇസ്തിരി പിടിക്കാല, അതിനെ കൊണ്ട് ഞാൻ ഫുള്ളിലാക്കിയിട്ട് ഇടുന്നുള്ളത്. അപ്പോൾ ഇത് രണ്ട് കൈയും ഇട്ടിട്ടായി. അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും രണ്ട് കൈയും ഞാൻ ഇട്ടിട്ട് കൊടുത്തേ. ഇനി നമുക്ക് ഇടേണ്ടത് ഈ ഷർട്ടിൻ്റെ ഒരു ഭാഗം, ഈ വലത്തെ ഭാഗത്ത് ഈ ഭാഗത്തേക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. വലത്തെ ഭാഗത്തേക്കെങ്കും ഇടത്തെ ഭാഗത്തേക്കും ആവും. എന്നെങ്കിൽ ഈ ഭാഗത്ത് നടുഭാഗമല്ല, വലത്തെ ഭാഗം അല്ലെങ്കിൽ ഇടത്തെ ഭാഗം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് ഇതാ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഭാഗത്ത് ഇട്ട് കൊടുക്കണം. ചൂട് നല്ല പോലെ കൺട്രോൾ ആക്കണം. ഇപ്പോൾ ഈ കോട്ടൻ്റെ അതിനെ കൊണ്ട് അത്ര പ്രശ്നമൊന്നുമില്ല. മറ്റേ സിൽക്കിൻ്റെ ആങ്കില്ലേ ഈ ഇങ്ങനെ ഫുള്ളാക്കിയിട്ട് ഇട്ടെങ്കിലേ ഒരു പൊടിക്കുമൽക്ക്, പിന്നെ നമുക്ക് കുപ്പായം കാണാനില്ല. ഇനി ഇപ്പുറത്തെ സൈഡ് ഇട്ടിട്ട് കൊടുക്കുക. ഒരു സൈഡല്ലേ ഇപ്പോൾ ഇട്ടത്, ഇനി ഇപ്പുറത്തെ സൈഡ് ഇട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും ഷർട്ടിനെല്ലാം ഏടുന്ന് തുടങ്ങണോ എങ്ങനെ തുടങ്ങണോ എന്തോ ഇസ്തിരി ഇടാൻ അറിയാത്തവർ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നുള്ളത്. ഇപ്പോൾ ഇനി ഈ കുടുക്കിൻ്റെ ഭാഗത്തേക്ക് ഇടണ്ടേ ഇസ്തിരി. ഈ കുടുക്കുണ്ടല്ലേ, ഈ കുടുക്കിൻ്റെ ഭാഗത്തേക്ക് എങ്ങനെ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ഇതാക്കിയിട്ട് കുടുക്കിൻ്റെ ആ സൈഡിലേക്ക് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇസ്തിരി ഇട്ടിട്ട് കൊടുക്കണം. ഒരു ഭാഗത്തും ഷർട്ടിൻ്റെ ഇസ്തിരി ഇടാതെ നിൽക്കാൻ കഴിയില്ല, എല്ലാ ഭാഗത്തും ഇസ്തിരി ഇട്ടിട്ട് കൊടുക്കണം. ഫസ്റ്റ് കോളറ്, സെക്കൻഡ് കോളറിൻ്റെ താഴെയുള്ള ആ ഭാഗം, മൂന്നാമത് കൈ, രണ്ട് കൈയും, നാലാമത് ഒരു സൈഡ് ഷർട്ടിൻ്റെ ഒരു സൈഡ് വലത്തെ ഭാഗത്തെ സൈഡാവും അല്ലെങ്കിൽ ഇടത്തെ ഭാഗത്തെ സൈഡാവും. രണ്ട് സൈഡിൽ നിന്ന് ഒരു ഭാഗം ഇടണം. എന്നിട്ടായിട്ട് അപ്പുറത്തെ സൈഡ്. ഇനി ഇടേണ്ടത് നടുഭാഗം ഞാൻ തിരിച്ചിട്ടിട്ട് ചെയ്യുന്നുള്ളത്. നമുക്ക് ഈ ഇസ്തിരിപ്പെട്ടിയിൽ എല്ലാ ഓപ്ഷനും ഉണ്ട്. സിൽക്കിൻ്റെത്, കോട്ടൻ്റെത്, പിന്നെ എല്ലാ തുണീൻ്റെതും, നമുക്ക് ഷിഫോൺ തുണി എന്ത് വേണമെങ്കിൽ എല്ലാ തുണീൻ്റെ ഓപ്ഷൻ ഇതിൽ ചെറുതും വലുതാക്കാനെല്ലാം ഉണ്ട് ഈ ഇസ്തിരിപ്പെട്ടിയിൽ. അപ്പോൾ നമുക്ക് വേണ്ടിയ പോലെ അതിനൊത്തിച്ച് വെച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫുൾ ഇസ്തിരി ഇട്ടിട്ട് അതിന് ഇപ്പോൾ ഈ ഷർട്ട് റെഡി ആയിട്ടുണ്ട്.
ഇപ്പം നമുക്കിത് ആങ്കറിൽ ഇങ്ങനെ തൂക്കുന്നെങ്കിൽ ആങ്കറിൽ തൂക്കി കൊടുക്കുക. ഇപ്പം ഞാൻ ഫസ്റ്റ് ആങ്കറിൽ തൂക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ രണ്ട് കൈയിൻ്റെ സൈഡിലേക്ക് ആങ്കറിൻ്റെ ഇത് ഇട്ടിട്ട് ഇതിങ്ങനെ തൂക്കിയിട്ട് കൊടുക്കാം. ഇസ്തിരി ഇട്ടത് നമുക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ഇസ്തിരി ഇട്ടിട്ട് വെച്ചെങ്കിലേ നമുക്ക് പകുതി പണിയും കുറയുന്നു. ഇടയ്ക്കെങ്കിൽ പോവാൻ പെട്ടെന്ന് നമുക്ക് ഇസ്തിരി ഇടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് ഗ്യാരണ്ടി ഇല്ലാതായെങ്കിൽ ആകെ കുഴങ്ങിയല്ലേ. അതിനെ കൊണ്ട് ഇങ്ങനെ നേരം കിട്ടുമ്പോൾ ഇസ്തിരി ഇട്ടിട്ട് വെച്ചെങ്കിൽ എന്ത് പ്രശ്നമില്ലല്ലോ നമുക്ക്. അങ്ങനെ ഞാനിപ്പോൾ ഇസ്തിരി ഇട്ടിട്ട് അങ്ങനെ വെക്കുന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ആങ്കറിൽ തൂക്കിയതല്ലേ നിങ്ങൾക്ക് കാണിച്ചത്. ഇനി ഞാനിങ്ങനെ മടക്കുന്നത് കാണിക്കുന്ന. മടക്കുമ്പോൾ ഫസ്റ്റ് എന്താക്കണം അറിയോ, കോളർ മടക്കണോ. കോളർ മടക്കിയിട്ടായിട്ട് പിന്നെ കുടുക്കിട്ടുകൊണ്ട് പോവാം. ഓരോരോ കുടുക്കായിട്ട് ഇട്ടുകൊണ്ട് പോയിട്ട് ഫുള്ളിട്ട് കൊടുക്കുക. ഫുള്ളിടണോ, പിന്നെ ലാസ്റ്റത്തതൊന്നും ബാക്കി വെക്കാൻ കഴിയല്ല. ഫുള്ളിട്ടിട്ട് കൊടുക്കണോ. എന്നിട്ട് അതിനെ തിരിച്ചിട്ടിടണം. അപ്പുറത്തെ ഭാഗത്തേക്ക് തിരിച്ചിട്ടിടണം. തിരിച്ചിട്ടിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കണം. ആ കോളറിൻ്റെ സൈഡെല്ലാം ശരിയാക്കണം. ശരിയാക്കിയിട്ടായിട്ട് ഈ കൈനെ ഒന്ന് ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് വെക്കാം. കൈനെ മടക്കിയിട്ടായിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നും ഇതിങ്ങനെ മടക്കാം. മടക്കിയിട്ട് ഇനി താഴെന്ന് ഒരു മടക്ക് മടക്കുക. നടുവക്ക് ഒരു മടക്ക് മടക്കിയിട്ട് പിന്നെ ഒരു മടക്ക് മടക്കിയിട്ടാകുമ്പോൾ ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഷോപ്പ് നല്ല മേങ്ങുന്ന പോലത്തെ ഷോപ്പിൽ നിന്ന് മേങ്ങുമ്പോൾ ഇങ്ങനെയല്ല മടക്കിയിട്ടെല്ലാം ഉണ്ടാകുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടീന് ഷർട്ട്. ഇനി ഫാൻറ്റിന് ഇസ്തിരി ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിങ്ങനെ മടക്കണോ. എന്താ ഈ വീഡിയോയിൽ കാണുന്നില്ലേ, ഈ കാണുന്ന പോലെ തന്നെ മടക്കണോ. ഇപ്പം നമ്മൾ ഫാൻറ്റ് എടുക്കുന്ന പോലെ അല്ല. ഇപ്പോൾ അതാ ഇങ്ങനെ അതാ ഈ ബര ഉണ്ടല്ലോ, ബര ഇതിങ്ങനെ നടുക്ക് വരണം. ഈ ബര നടുക്ക് വരുന്ന പോലെയാണ് ഫാൻറ്റ് എടുക്കേണ്ടത്. ഇതാ രണ്ട് ഭാഗത്തും ബര നടുക്ക് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നടുക്ക് വരുന്ന പോലെ ഇങ്ങനെ മടക്കണം. മടക്കുന്നതിന് മുമ്പ് എന്താക്കണം അറിയോ, ഇതിൻ്റെ സിപ്പെല്ലാം ഇട്ടിട്ട് കൊടുക്കണോ. ഇതാ സിബില്ലേ, ഈ സിബ് ഇട്ടിട്ട് കൊടുക്കണോ. പിന്നെ കുടുക്കിട്ടിട്ട് കൊടുക്കണോ. എല്ലാം ഇട്ടിട്ട് കൊടുത്തിട്ടായിട്ടാണ് നമ്മൾ ഇസ്തിരി ഇടേണ്ടത്. എന്നിട്ട് ഈടിയും ശരിയാക്കണോ. പിന്നെ പാൻറ്റിലേക്ക് ഇസ്തിരി ഇടുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഇപ്പോൾ ഇസ്തിരി ഇങ്ങനെ പിന്നെ മടക്കിയിട്ടായിട്ട് ഇങ്ങനെ ഇസ്തിരി ഇട്ടിട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറേ ലോങ് ആണെന്നല്ലേ വീഡിയോ, അങ്ങനെ ഞാൻ ഇസ്തിരി ഇടുന്നതൊന്നും കാണിച്ചിട്ടില്ല. ഇതിങ്ങനെ മടക്കിയിട്ട് എടുത്തിന്, ഇസ്തിരി ഇട്ടിട്ട് ഇങ്ങനെ മടക്കിയിട്ട് എടുത്തിന്. പിന്നെ പാൻറ്റിന് അങ്ങനെ മടക്കിയിട്ട് വെച്ചിട്ട് ഇസ്തിരി ഇട്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്, പാൻറ്റും കുപ്പായവും. അപ്പോൾ ഇങ്ങനെ മടക്കണമെങ്കിൽ മടക്കാം, ആങ്കറിൽ തൂക്കണമെങ്കിൽ ആങ്കറിൽ തൂക്കാം. ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആരെങ്കിലും എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ കണ്ടുവേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. ബൈ, അസ്സലാമു അലൈക്കും.